രണ്ട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. മുക്കാട് കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് തീ അണയ്ക്കാൻ എത്താൻ കഴിയുന്നില്ല. കായലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ ശ്രമം തുടരുകയാണ്. കായലിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് എന്നുള്ള പ്രാഥമിക നിഗമനമാണ്, വിവരങ്ങളാണ് ലഭ്യമാവുന്നത്. ആളപായമില്ല എന്ന് കരുതുന്നു. രണ്ട് ബോട്ടുകൾക്ക് തീപിടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഫയർഫോഴ്സ് യൂണിറ്റിന് എത്താനുള്ള സാഹചര്യം ഇല്ല. കായലിൽ നിന്ന് തന്നെ വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. बोट लो 2 आदमी है, 5 आदमी बाहर आ गया. 2 आदमी है ना, दूसरा बोट है ना, इसको स्टार्ट करने के लिए चला गया, स्टार्ट नहीं हुआ, फायर हो गया ना. एक बार मेरे को वो लग गया ना फायर. मैं 2 आदमी पानी में, हाँ स्टव, 2 आदमी पानी में पड़ के वो चला गया. जास्ती वो करने के लिए जाता था, कुछ नहीं बंद हुआ. इंजन स्टार्ट करने के लिए गया, वो भी स्टार्ट नहीं हुआ. हम चिरा छोड़ा था, एकदम एक बार के गैस ब्लास्ट हो गया. पानी में हम चला के आ गए. हाँ सिलेंडर और 2 बोट साथ में है ना, 2 बोट भी जला गया. और ऐसे में सोने के लिए गया. അവിടെ നിന്നുള്ള പ്രതികരണമാണ് കണ്ടത്. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, വലിയ അപകടമാണ്. 2 ബോട്ടുകൾക്ക് തീപിടിച്ചിരിക്കുന്നു. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇത് അണയ്ക്കാനുള്ള ഇപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ധന്യ, മുക്കാട് കായലിൽ നങ്കൂരമിട്ടിരുന്ന 2 ബോട്ടുകൾക്ക്, എന്റെ പിന്നിൽ കാണുന്ന 2 ബോട്ടുകൾക്കാണ് ഏകദേശം 1 മണിക്കൂറോളമായി തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീ കത്തി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ ഇതുവരെയും അണയ്ക്കാൻ കഴിയാത്തത് തന്നെയാണ് ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം നമ്മൾ കാണുന്നത് പോലെ തന്നെ മറുകരയിൽ ഒരു ഐസ് പ്ലാന്റ് ഉണ്ട്. ആ ഐസ് പ്ലാന്റ് ഉള്ള ആ ഭാഗത്താണ് ആ ബോട്ടിന് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവിടേക്ക് ഫയർഫോഴ്സ് സംഘത്തിന് എത്തി അണയ്ക്കുന്നതിന് പ്രായോഗികമായി ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് സ്പീഡ് ബോട്ടിലേക്ക് അവിടെ പോയി കായലിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് തന്നെ അത് അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര മണിക്കായത് കൃത്യമായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്? ഏകദേശം എനിക്കറിയാൻ കഴിഞ്ഞ ഏകദേശം ഒരു 1.5 മണിക്കൂർ മുന്നേ ആയിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയും പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കടലിലേക്ക് പണിക്ക് പോയിട്ട് തിരിച്ച് നമ്മുടെ കടവുകളിൽ ബോട്ടുകൾ കൊണ്ടുവന്ന് കെട്ടിയിടുമായിരുന്നു. അപ്പം തിരിച്ച് ഐസ് കയറ്റാനും എന്തെങ്കിലും പലപ്പണി ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ടാണ്. അങ്ങനെ നമ്മുടെ ഡിവിഷനിൽ ഒരു കടത്തടവിൽ കെട്ടിയിട്ടിരുന്ന 4 ബോട്ടുകൾ കെട്ടിയിട്ടിരുന്ന ഒരു ബോട്ടിൽ ഈ തൊഴിലാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ ആഹാരം പാചകം ചെയ്യുന്നതിനകത്ത് ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നത്. തീ പിടിക്കുകയും അവർക്കത് നിയന്ത്രണ വിധി വെക്കാൻ കഴിയാത്തതോ അടുത്ത ബോട്ടിലേക്ക് തീ പടർന്നു. പിന്നീടുള്ള ബോട്ടുകളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടി തൊഴിലാളികൾ തന്നെ ബോട്ടിന്റെ റോപ്പ് കെട്ടഴിച്ച് വിട്ട് ബോട്ട് വിടുകയാണ് ചെയ്തത്. അപ്പൊ ഈ ബോട്ട് ചെന്ന് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തുരുത്തുകളുള്ള ഒരു ഡിവിഷനാണ് സെന്റ് ജോർജ് ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡിന് സമീപത്ത് ഒരു ഐസ് പ്ലാന്റിന് സമീപത്തായിട്ടാണ് മൺതിട്ടയിൽ ഇടിച്ചാണ് ഈ ബോട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ കരയിൽ നിന്നും അവരെ രക്ഷപ്പെടാൻ വേണ്ടി അഴിച്ചുവിട്ട് അപ്പൊ നമ്മൾ ഇത് അഴിച്ചു വിട്ടില്ലായിരുന്നെങ്കിൽ തുടർന്നുള്ള ബോട്ടുകളിലേക്കും ഏകദേശം ഒരു 10-20 ബോട്ടുകൾ ചേർത്ത് കെട്ടിയിട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതിലേക്ക് പടരുകയും സമീപത്തുള്ള വീടുകളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് അഴിച്ചു വിട്ടത്. അപ്പൊ അഴിച്ചു വിട്ടതുകൊണ്ടാണ് നമുക്ക് ഇപ്പം തന്നെ വലിയൊരു അപകടത്തിലേക്ക് ഇത് പോവാതിരുന്നത്. അപ്പൊ ഇത് വന്ന് നമ്മുടെ അടുത്തൊരു ഐസ് പ്ലാന്റിന് സമീപത്തായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്നിട്ട് പോലും അവർക്ക് ഈ തുരുത്ത് ആയതുകൊണ്ട് ഇവർക്ക് വാഹനങ്ങൾ എത്തിപ്പെടാനൊന്നും കഴിയാത്തത് കൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇവർക്ക് ഒന്നും കഴിയുന്നില്ല. പിന്നെ ഒരു ബോട്ട് അറേഞ്ച് ചെയ്തിട്ട് ഈ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നമ്മൾ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ മൺതിട്ടയിൽ ഇടിച്ച് നിൽക്കുകയാണെങ്കിൽ പോലും തീ നിയന്ത്രണ വിധേയമല്ല. എന്നാൽ പോലും അപകട സാധ്യത കൂടാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് നമ്മൾ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള കറുത്ത പുക ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു വശത്ത് ആ ബോട്ടുകളിൽ നിന്നും തീയും ആളിപ്പടർന്ന് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ആളുകൾ പറയുന്ന ഒരു കാരണം ഇത് തന്നെയാണ്. നേരത്തെ നമ്മൾ ഹിന്ദിയിൽ സംസാരിച്ചത് അതിൽ നിന്നും രക്ഷപ്പെട്ട 2 പേരാണ്. അതായത് അതിൽ ഉണ്ടായിരുന്ന അവിടെ നിന്നും രക്ഷപ്പെട്ട 2 പേരാണ്. അവർ പറയുന്ന ഇതാണ്, അതായത് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിൽ ഗ്യാസ് സിലിണ്ടറിൽ ലീക്ക് ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത്തരത്തിൽ തീ പടർന്നു പിടിക്കുകയും അവിടെ കൈക്കും ശരീരത്തിൽ കാലിനുമൊക്കെ പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പെട്ടെന്ന്, അതായത് തീ അണയ്ക്കാൻ അവർ പ്രാഥമികമായി ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിജയിക്കാതെ വന്നു. തുടർന്ന് അവർ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. ആളുകൾക്ക് പരിക്കൊന്നുമില്ലല്ലോ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ കൂടുതൽ തീ പിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കെട്ടഴിച്ച് വിട്ടത് ഒരു കണക്കിന് വലിയ ആശ്വാസകരം കൂടിയാണ്. അപ്പം ഈ ഇപ്പോൾ തട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഏത് തരത്തിൽ, അതായത് എന്തുപയോഗിച്ചാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് എന്ത് ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ആളുകളുടെ അപ്പോൾ തീപിടുത്തം ഉണ്ടായപ്പോൾ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരുടെ അവസ്ഥ എന്താണ്?
അതായത് ഇപ്പോൾ ഈ രണ്ട് ബോട്ടുകളും തട്ടി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഐസ് പ്ലാന്റ് ഉള്ള സ്ഥലമാണ്. അതിന്റെ തൊട്ടടുത്ത വീടുകളൊന്നും ഇല്ലെങ്കിലും കുറച്ച് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ചില വീടുകളൊക്കെ അംഗങ്ങായി മാറിയുണ്ട്. അവിടെ നിന്നും ഏകദേശം ഒരു 100 മീറ്ററൊക്കെ മാറി തന്നെയാണ് ഇപ്പോൾ ഈ ബോട്ട് ഇടിച്ചു നിൽക്കുന്ന ആ സ്ഥലമുള്ളത്.